السلام عليكم ورحمة الله وبركاته. സഹാബിയായ അൽഖം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. أن علقمة كان كثيرا الاجتهاد في الطاعة من الصلاة والصوم والصدقة. അൽഖം റളിയല്ലാഹു അൻഹു ധാരാളം ദാനധർമ്മങ്ങളും അതുപോലെ നിസ്കാരവും നോമ്പൊക്കെ ഉള്ള ഒരു നല്ല സഹാബിയായിരുന്നു. ഫമരിള വസ്തദ്ദ മറളുഹു, മഹാനവരുകൾ രോഗിയായി, രോഗത്തിൻ്റെ ശക്തി മൂർച്ഛിച്ചു. അങ്ങനെ വന്നപ്പോൾ ഫഅർസലത് ഇംറഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സൗജി അൽഖമത ഫിൻ നസ്അ. ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു ദൂതനെ പറഞ്ഞു വിട്ടു, എൻ്റെ ഭർത്താവ് അൽഖമ മരണാസന്നമായ അവസ്ഥയിൽ കിടക്കുകയാണ്. ഫഅറദ്തു അൻ ഉഅലിമക യാ റസൂലല്ലാഹി ബിഹാലി, അതുകൊണ്ട് അൽഖമയുടെ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൂതന്മാരെ വിട്ടയച്ചിട്ടുള്ളത്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർസല അമ്മാറൻ വ ബിലാലൻ വ സുഹൈബ, മൂന്ന് സഹാബികളെ അൽഖമയുടെ വീട്ടിലേക്ക് വിട്ടു. വഖാല, നബി തങ്ങൾ പറഞ്ഞു, ഉംദു ഇലൈഹി ഫലഖിനൂഹു അശ്ശഹാദ, അൽഖമയുടെ അരികിൽ ചെന്നിട്ട് ഷഹാദത്ത് കലിമ നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം എന്ന് നബി തങ്ങൾ മൂന്നാളുകളെ പറഞ്ഞു വിട്ടു. ഫജാഉ ഇലൈഹി, അവർ വന്നപ്പോൾ ഫവജദൂഹു ഫിൻ നസ്ഇ, മരണവെപ്രാളത്തിൽ അൽഖമ റളിയല്ലാഹു അൻഹു കിടക്കുന്ന രംഗമാണ് കണ്ടത്. ഫജഅലൂ യുലഖിനൂഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. മരണവെപ്രാളത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണമല്ലോ. ഒരു അവിശ്വാസിയായ ഒരാൾ നമ്മളുടെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണമെന്നാണ്. നബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു നസ്രാനിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി രോഗിയായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുന്ന കുട്ടിയെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ ഈ മരണവെപ്രാളത്തിൽ കിടക്കുന്ന രംഗം കണ്ടപ്പോൾ നബിതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ഈ കുട്ടി പിതാവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഈ മരിക്കാൻ നേരത്തെ ഞാനിത് ചെല്ലുന്നത് കൊണ്ട് വാപ്പാക്ക് വല്ല വിഷമം ഉണ്ടാവുക. അപ്പോൾ വാപ്പ പറഞ്ഞു, മോനിഷ്ടാണെങ്കിൽ ചൊല്ലിക്കോ, മുഹമ്മദ് നബി ചൊല്ലിത്തരുന്ന കാര്യമല്ലേ. അങ്ങനെ ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു അവിശ്വാസിയായ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. സാധാരണ മുസ്ലിമായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ കാഫിറായ ഒരാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമാണ്. ചെല്ലട്ടെ ചെല്ലാതിരിക്കട്ടെ, നമ്മുടെ ധർമ്മം നിർവഹിക്കും. ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഏതായാലും ആട്ടെ. വലിസാനുഹു ലാ യൻതിഖു ബിഹാ, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് കുട്ടി ചൊല്ലുന്നില്ല. അല്ല, അൽഖമ റളിയല്ലാഹു അൻഹു അത് ചൊല്ലുന്നില്ല. സഹാബികൾ ചൊല്ലിക്കൊടുത്തു, പക്ഷേ ചൊല്ലാൻ കഴിയുന്നില്ല. ഫഅർസലൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക, ഈ വിവരം നബിതങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖമക്ക് ചൊല്ലിക്കൊടുത്തിട്ടും അൽഖമ ചൊല്ലുന്നില്ല നബിയേ. ഫഖാല, നബിതങ്ങൾ ചോദിച്ചു, ഹൽ മിൻ അബവൈഹി അഹദുൻ ഹയ്യുൻ, മാതാപിതാക്കൾ ആരെങ്കിലും അൽഖമക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കി. ഖീല, അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉമ്മുൻ കബീറത്തു സുന്നി, പടുവൃദ്ധയായ ഒരു ഉമ്മയുണ്ട്. ഫഅർസല ഇലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലഹാ, ഉമ്മയിലേക്ക് ഒരു ദൂതനെ നബിതങ്ങൾ പറഞ്ഞു വിട്ടു. ഇൻ ഖദർതി അലൽ മസീരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങോട്ട് ഉമ്മാക്ക് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയണം. വ ഇല്ലാ ഫഖർദി ഫിൽ മൻസിലി ഹത്താ യഅതികി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടൊരു ദൂതനെ പറഞ്ഞു വിട്ടു. ഉമ്മാക്ക് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം.
ഫജാഅ ഇലൈഹ റസൂൽ വഅഖ്ബറഹ ബിദാലിക. ഇതനുസരിച്ച് ദൂതൻ പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഫഖാലത്ത്, ആ ഉമ്മ പറഞ്ഞു, നഫ്സീ ലിനഫ്സിഹിൽ ഫിദാ, എൻ്റെ ശരീരം ആ പ്രവാചകന് ദണ്ഡമാണ്, സമ്മാനം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അന അഹഖ്ഖു ബിഇത്യാനിഹി, ആ നബിതങ്ങൾ എന്നെ തേടി ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങോട്ട് പോകലാണ് എന്ന് ആ ഉമ്മ വിചാരിച്ചു. അങ്ങനെ ഫതവക്കഅത്, ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് വഖാമത്ത് അലാ അസാ, ആ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആ ഉമ്മ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പോവുകയാണ്. വാതത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമത് ഫറദ്ദ അലൈഹ സലാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. വഖാല ലഹാ, അപ്പോൾ ആ നബി തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മ അൽഖമ, അൽഖമയുടെ ഉമ്മയാണല്ലേ, ഉസ്ദുഖീനി വഇൻ കദ്ദബ്തീനി വഇൻ കദ്ദബ്തനി ജാഅൽ വഹ്യു മിനല്ലാഹി തആല. ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കാൻ പോവാണ്, സത്യം മാത്രം പറയണം. നിങ്ങൾ അസത്യം വല്ലതും പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അള്ളാഹു എനിക്ക് വഴി അറിയിച്ചു തരും. അതുകൊണ്ട് ഒരു രഹസ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. കൈഫ ഹാലു വലദിക അൽഖമ, അൽഖമ എന്ന നിങ്ങളുടെ മോൻ്റെ സമീപനം, നിങ്ങളുമായിട്ടുള്ള സമീപനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഖാലത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ ദൂതരെ, കസീറുസ്സലാ, അൽഖമയെ കുറിച്ച് പറഞ്ഞാൽ വലിയ നിസ്കാരക്കാരനാണ്. കസീറു സുയാമി, ധാരാളം നോമ്പ് നിൽക്കുന്ന ആളാണ്. കസീറു സദഖത്തി, ദാനധർമ്മങ്ങൾ എമ്പാടുമുണ്ട്. ഖാല റസൂലുള്ളാഹി, അപ്പോഴും നബി തങ്ങൾ ചോദിച്ചു, മാ ഹാലുകി മഅ, അല്ല അതൊക്കെ ശരി തന്നെ, നിൽക്കാറുണ്ട്, നോമ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, സദഖയുണ്ട്, നിങ്ങളുമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഖാലത്ത്, ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന അലൈഹി സാഖിത്താ, ഞാനും അൽഖമയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അൽഖമയോട് വളരെ ക്ഷുഭിതയാണ്, ഞാൻ ദേഷ്യമുള്ളവളാണ്. ഞാനും അൽഖമയുമായി ശരിയല്ല, എനിക്ക് അൽഖമയോട് വലിയ ദേഷ്യമുണ്ട്. ഖാല, നബി തങ്ങൾ ചോദിച്ചു, വലിമ, എന്തുകൊണ്ട്? ഖാലത്ത്, അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, കാന യുസിറു സൗജത്തുഹു വയസ്വീനി, ഞാൻ പറഞ്ഞതൊന്നും അൽഖമ കേൾക്കൂല, ഭാര്യയെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. ഇതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കൂല, ഭാര്യ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോഴോ ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന സഖത ഉമ്മ ഉമ്മി അൽഖമത ഹജബ ലിസാന അൽഖമത അനിശ്ശഹാദ. ഉമ്മ അൽഖമയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് അൽഖമക്ക് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറ്റാത്തത് ഉമ്മ. അതുകൊണ്ട് ബിലാലിനെ വിളിച്ചു, യാ ബിലാൽ ഇൻതലിഖ് വജ്മഅലി ഹതബൻ കസീറൻ, ബിലാലെ, നീ പോയിട്ട് അവരെ വീട്ടിൽ കുറെ വിറക് ശേഖരിക്കും. കാലത്ത് ഉമ്മ ചോദിച്ചു, അമ്മാ തസ്നാ ബിഹി യാ റസൂലല്ലാഹ്, എന്തിനാ വിറക്, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഉഹരിഖുഹു ബിന്നാർ, വിറക് എന്തിനാ, ചുട്ട് കരിക്കാൻ, അൽഖമയെ കരിക്കാൻ പോവാ, തീയിലിട്ട് കരിക്കാൻ തന്നെയാണ് വിറക് എന്ന് പറയുന്നത്. കാലത്ത് അപ്പോൾ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ് വവലദീ ലാ യഹ്മിലു ഖൽബി അൻ തുഹരിഖഹു ബിന്നാരി ബൈന യദയ്യ, എൻ്റെ മുമ്പിലിട്ടിട്ട് എൻ്റെ കരളിൻ്റെ കഷ്ണമായ അൽഖമയെ കരിക്കുകയോ സാധ്യമല്ല നബിയെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഖാല, നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മ അൽഖമ, ഉമ്മ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫഅദാബുല്ലാഹി അശദ്ദു വഅബ്ഖാ, ഇന്ന് ഈ നരകത്തിലിട്ട് അൽഖമയെ കരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു പോകും. അൽഖമ ഉമ്മയുടെ ദേഷ്യം കൊണ്ട് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ അരികിലുള്ള നരകം ഇതിനേക്കാൾ ഭയാനകരമാണ്. ഫഇൻ സറക അൻ യഗ്ഫിറല്ലാഹു ലഹു ഫർളി അൻഹു, അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് നിങ്ങളുടെ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കണം.
ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ് സത്യം. ഉമ്മ കേട്ടോളി. ലാ യന്തഫിഉ ബിസലാത്തിഹി വലാ ബിസിയാമിഹി വലാ ബിസദഖത്തിഹി മാ ദുംതി അലൈഹി സാഖിതാ. ഉമ്മയും അൽക്കമയുമായിട്ടുള്ള ആ ഇടപാട് സന്തോഷകരമല്ലെങ്കിൽ നിങ്ങൾ ആ മകന്റെ മേൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കാലത്തോളം അൽക്കമയുടെ നിസ്കാരവും നോമ്പും സദഖയും ഒന്നും അല്ലാഹു സ്വീകരിക്കൂല ഉമ്മ. അതുകൊണ്ട് അൽക്കമ ഈ അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ ഇവിടുന്ന് ഈ കരിക്കുന്ന നരകത്തേക്കാൾ തീയിനേക്കാൾ വലുതാണ് നാളെ ആഖിറത്തിൽ അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തീരുമാനിച്ചോളൂ, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ മാത്രം അൽക്കമക്ക് വിജയസാധ്യതയുണ്ട്. فقالت أبو عمر يا رسول الله فإني أشهد الله تعالى وملائكته ومن حضرني من المسلمين أني قد رضيت على ولدي القمة. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട്, പ്രവാചകരായ നബിതങ്ങളെ സാക്ഷി നിർത്തിയിട്ട്, മലക്കുകളെയും ഇവിടെ തടിച്ചുകൂടിയ മുസ്ലിമീങ്ങളെയും സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ അൽക്കമാക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇൻതലിക ഇലൈഹി യാ ബിലാൽ, ബിലാൽ നീ പോയി നോക്കുക. ഹൽ യസ്തതിഉ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് അം ലാ. ഇപ്പോൾ അൽക്കമാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുന്നുണ്ടോ അല്ലേന്ന് നോക്ക്. ഫലഅല്ല ഉമ്മ അൽക്കമത തകല്ലമത് ബിമാ ലൈസ ഫീ ഖൽബിഹാ ഹയാഅൻ മിന്നി. ഉമ്മ മാത്രം പോയാലും ഉമ്മ ചിലപ്പോൾ ലജ്ജിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയും. അതുകൊണ്ട് ഉമ്മന്റെ കൂടെ നീയും പോയിട്ട് സത്യസന്ധമായി വിവരം എനിക്ക് തരണം. അങ്ങനെ ഫൻതലക ബിലാലുൻ, ബിലാൽ ചെന്നു. ഫസമിഅ അൽഖമത, അൽഖമ ചൊല്ലുന്നു. യഖൂലു മിൻ ദാഖിലിൻ നാരി, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫദഖല ബിലാലുൻ, അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഫഖാല യാ ഹൗലായി ഇന്ന സഖ്ത ഉമ്മി അൽഖമത ഹജബ ലിസാനഹു അനിശ് ഷഹാദ. ബിലാൽ വീട്ടിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, കണ്ടോ ഇതൊരു പാടാണ്, മാതാവിനോടും പിതാവിനോടും ശരിയില്ലാത്ത ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠം. ഒരു സഹാബിയായിട്ട് പോലും ഉമ്മയുടെ സമ്മതം, ഉമ്മയുടെ ദേഷ്യം ഉള്ള കാരണം കൊണ്ട്, ഉമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ച വന്ന കാരണം കൊണ്ട് അതാ ഒരു സഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാതെ ഇരിക്കുകയാണ്. ഇത് നിങ്ങളൊക്കെ പഠിക്കേണ്ട പാടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് ഒരു ഉപദേശം കൊടുത്തു. ഹജബ ലിസാനഹു അനിശ് ഷഹാദ വഇന്ന ഇദാഹ അത്ലഖ ലിസാന. സമ്മതം കിട്ടിയപ്പോൾ നല്ല സ്ഫുടമായി ചൊല്ലുകയും ചെയ്യുന്നു. കണ്ടില്ലേ? സുമ്മ മാത അൽഖമതു ഫീ യൗമി, അന്ന് തന്നെ അൽഖമ മരണപ്പെട്ടു പോയി. ഫഹദറഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹാജരായി. ഫഅമറ ബിഗസ്ലിഹി വകഫനിഹി, കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും നിസ്കരിക്കാനും എല്ലാം നബി തങ്ങൾ ഹാജരായി. ഫഹദറ ദഫനഹു, അവിടുത്തെ മറമാടലും നബി തങ്ങൾ ഹാജരായി. സുമ്മ ഖാല അലാ ശഫീരി ഖബരിഹി, എന്നിട്ട് റസൂലുള്ളാഹി ഖബറും പുറത്തു വെച്ചുകൊണ്ടൊരു ഉപദേശമാണ്. ഫഖാല യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വന്ന മുഹാജിറുകളായ സഹാബികളെ, മദീനയിൽ താമസക്കാരായ അൻസ്വാറുകളായ സഹാബികളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, തൻ്റെ ഉമ്മയേക്കാൾ ഭാര്യക്കാരെങ്കിലും സ്ഥാനം നൽകിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേലിൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ട്. വൽ മലായികത്തി, മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ശാപമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സർഫൻ വലാ അദ്ലാ ഇല്ലാ അൻ യതൂബ ഇലല്ലാഹി അസ്സ വജൽ. അവൻ തൗബ ചെയ്താലല്ലാതെ അവന്റെ ഫർളും സുന്നത്തുമായ ഒരു കാര്യവും അല്ലാഹു സ്വീകരിക്കുകയില്ല. വയഹ്സിന ഇലൈഹാ വയത്ലുബ റിദാഹാ, അതുകൊണ്ട് ഉമ്മാക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കണം. അവരുടെ പൊരുത്തം പരമാവധി നിങ്ങൾ കരസ്ഥമാക്കുകയും വേണം. റിദല്ലാഹി ഫീ റിദാഹാ,
ഉമ്മയുടെ തൃപ്തി കിട്ടുമ്പോഴേ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭ്യമാകും. വസുഖ്തുല്ലാഹി ഫീ സുഖ്തിഹാ, ഉമ്മ നമ്മോട് ദേഷ്യപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് കാരണമാണ്. ഇതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ? ഉമ്മയുടെ സമ്മതം കിട്ടിയപ്പോഴല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റിയത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും പാഠമാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. മാതാപിതാക്കളോടുള്ള ബന്ധം വളരെ വിലപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മയോടുള്ള ബന്ധം. അതിൽ ചെറിയ ഒരു പോരായ്മ വന്നു പോയാൽ അത് നമ്മുടെ ഭാവിയെ, ഭൗതികവും ആത്മീയവുമായ നമ്മുടെ ഭാവിയെ അത് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല നിലയിൽ പൊരുത്തപ്പെടിച്ച് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ശ്രദ്ധിക്കണം. പല വീടുകളിൽ നിന്നും നമ്മുടെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർ അത് ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, ഭർത്താവിൻ്റെ വാപ്പയല്ലേ എന്ന് വിചാരിച്ച് അത്ര ശ്രദ്ധിക്കാറില്ല. സത്യത്തിൽ ഭർത്താവിനെ വിവാഹം ചെയ്ത് നമ്മുടെ ഒരു തോഴനായി സ്വീകരിച്ചതിന് ശേഷം ആ ഭർത്താവിൻ്റെ മാതാവും പിതാവും നമ്മുടെ ഉമ്മാക്ക് തുല്യമാണ്. അതുപോലെ പെണ്ണിൻ്റെ ഉമ്മയും ബാപ്പയും അവരും നമ്മുടെ ഉമ്മാക്ക് തുല്യമാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയും കെട്ടുബന്ധത്തിലൂടെ വന്ന ഉമ്മയാണ്, ബാപ്പയാണ്. നമുക്കും അതുപോലെ വിവാഹത്തിന് ശേഷം ഭാര്യയുടെ ഉമ്മയും ബാപ്പയും കെട്ടുബന്ധത്തിലൂടെ വന്നിട്ടുള്ള ബന്ധമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ പോലും ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഉളു മുറിയില്ല എന്നാണ് ഫിഖ്ഹിന്റെ മസല. നമ്മൾ സ്വന്തം ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ പോലും പിന്നെ ആ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഉളു മുറിയില്ല. അപ്പൊ ആ ബന്ധം നോക്കി, എത്ര ബന്ധമാണ്, ചെറിയ ബന്ധമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ജന്മം നൽകിയാൽ മാത്രം നോക്കിയാൽ മതി. ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോൾ പിന്നെ ഭർത്താവിനെ മാത്രം സ്വീകരിച്ചാൽ മതി, ഉമ്മയും ബാപ്പയും നോക്കണ്ട, പറയണ്ട, അവർക്ക് സേവനം ചെയ്യണ്ട എന്ന ഒരു ധാരണ എന്ന് ചില മരുമക്കൾക്കൊക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ നല്ലപോലെ ഉപദേശിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്നവരിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹീമുർ റഹീമായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ചകൾ ഞങ്ങളിൽ ആർക്കെങ്കിലും വന്നുപോയെങ്കിൽ അതെല്ലാം പടച്ചവനെ പൊരുത്തപ്പെട്ട് വളരെ ക്ലിയറായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ ആദരിച്ചവരുടെയും ബഹുമാനിച്ചവരുടെയും പൊരുത്തവും ബഹുമാനവും എല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.